ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി നാളെ പരിഗണിക്കും. ദില്ലി ഹൈക്കോടതിയാണ് പരിഗണിക്കുന്നത്. അതേസമയം ദില്ലി നിയമസഭയുടെ പ്രത്യേക സമ്മേളനവും നാളെ ചേരും. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, കെജ്രിവാളിന്റെ ഹർജി നാളെ പരിഗണിക്കുന്ന അതേ സാഹചര്യത്തിലാണ് ദില്ലി നിയമസഭയുടെ പ്രത്യേക സമ്മേളനവും ചേരുന്നത്. വളരെ നിർണായകമായ ദിവസം കൂടിയാണ്. വിവരങ്ങൾ. അച്ഛന, തീർച്ചയായും നാളെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ദിവസം തന്നെയാണ്. കാരണം നാളെ കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുകയാണ്. ദില്ലി ഹൈക്കോടതിയിലാണ് കെജ്രിവാൾ ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹർജി നൽകിയത്. ആ ഹർജി ഇന്ന് നാളത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. നാളെ രാവിലെ 10:30 ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ അധ്യക്ഷനായ ഏകംഗ ബെഞ്ചാണ് ഈ ഒരു ഹർജി പരിഗണിക്കുക. ഏതായാലും നാളെ ഈ ഇഡിയുടെ അറസ്റ്റും അതോടൊപ്പം തന്നെ ഇഡിയുടെ കസ്റ്റഡിയും എല്ലാം തന്നെ ചോദ്യം ചെയ്തിട്ടുള്ള ഹർജിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് ഈ ഒരു ഹർജി എന്ന് പറയുന്നത്. ഏതായാലും മറ്റന്നാൾ 28-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇഡി കസ്റ്റഡി കാലാവധി അവസാനിക്കുക. അതിനുശേഷം ഒരുപക്ഷെ ഇഡി വീണ്ടും കസ്റ്റഡി ചോദിക്കുകയോ അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിക്ക് പോവുകയും ചെയ്യും. ഇന്നിപ്പോൾ മറ്റൊരു ഈ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ കവിതയെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് ഈ 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോയിരിക്കുകയാണ്. സ്വാഭാവികമായും 28-ാം തീയതി ഈ ഒരു കസ്റ്റഡി കാലാവധിക്ക് അവസാനിച്ച് ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വീണ്ടും ഇഡി കസ്റ്റഡി ചോദിച്ചില്ലെങ്കിൽ പിന്നീട് ജയിലിലേക്കാക്കി പോകുക. എന്തായാലും അതുകൊണ്ട് തന്നെ നാളത്തെ ഹർജി എന്ന് പറയുന്നത് ഏറെ നിർണായകം തന്നെയാണ്. അതേസമയം തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ അന്ന് ദില്ലി നിയമസഭ ചേരാൻ നിൽക്കുകയായിരുന്നു അറസ്റ്റായത്. പിന്നീട് അറസ്റ്റിലായ തുടർന്ന് പിന്നീട് ദില്ലി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം നാളത്തേക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ നിർണായകമായ പല തീരുമാനങ്ങളും, പ്രത്യേകിച്ച് വേനൽക്കാലം ദില്ലിയിലെ ആകമാനം ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ജലക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവും കൂടാതെ ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിരവധി നിർദ്ദേശങ്ങളും ഉത്തരവുകളെല്ലാം ഈ ഒരു ദില്ലി സമ്മേളനത്തിൽ തീരുമാനമുണ്ടാകും. കഴിഞ്ഞ ദിവസം ഇഡി കസ്റ്റഡിയിൽ നിന്നുള്ള 2 ഉത്തരവുകൾ അരവിന്ദ് കെജ്രിവാൾ നൽകിയിരുന്നു. ഒന്ന്, ജലക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുന്ന ആവശ്യപ്പെട്ടുള്ള ഒരു ഉത്തരവും, ഇന്നിപ്പോൾ ഈ മൊഹല്ല ക്ലിനിക്കുകളിൽ സൗജന്യമായ പരിശോധനകളും മരുന്നും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള 2ാമത്തെ ഉത്തരവ്. അങ്ങനെ 2 ഉത്തരവുകൾ ഇഡി കസ്റ്റഡി വെച്ച് നൽകുകയും ചെയ്തിരുന്നു. അഞ്ജന. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.